ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തലച്ചോറ് ഫ്രൈ ആണ്. അപ്പോൾ ഇത് ഒരു പോത്തിൻ്റെ തലച്ചോറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തലച്ചോറ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊരു ഞരമ്പ് പോലെ ഉണ്ടാവും, അതൊക്കെ മാറ്റിയിട്ട് വേണം കഴുകിയെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതേപോലെ കുറച്ച് കുരുമുളക്, ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. മസാല അധികം ഇല്ലാതെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തലച്ചോറ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കഷ്ണമാക്കിയിട്ടൊന്നുമില്ല. കഷ്ണമാക്കണമെങ്കിൽ ആക്കി കൊടുക്കുക. ആദ്യം തന്നെ ചെറിയ കഷ്ണമാക്കി ഇട്ടാൽ ഇതിങ്ങനെ ഉടഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ കുറച്ചൊന്ന് വെന്തതിന് ശേഷം ഒന്ന് കഷ്ണമാക്കി കൊടുക്കുക. അപ്പോൾ ഉടഞ്ഞു പോവില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതേപോലെ തന്നെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കരുത്. അപ്പോൾ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ അതാ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഒന്നും കൂടെ ഞാൻ അടച്ച് വെച്ച് കൊടുക്കുകയാണ്. കുറച്ചും കൂടെ വെള്ളം തീന്ന് വറ്റാനുണ്ട്. അപ്പോൾ ആ വെള്ളം കൂടെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അതാ ഏകദേശമൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇനി അടിയിൽ പിടിക്കും. അപ്പോൾ അതാ ഞാനിതൊന്ന് ചെറിയ കഷ്ണം കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചോറിൻ്റെ ഒന്നും കൂടെ അല്ലാതെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കി കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഇതിൽ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഇട്ടിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ തലച്ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അധികം ഫ്രൈ ആക്കി എടുക്കരുത്. അപ്പോൾ അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നിങ്ങനെ ഫ്രൈ ആയി വന്നാൽ മതി. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് വേണമെങ്കിൽ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. ഇതേപോലെ തന്നെ വാങ്ങി വെക്കുകയാണ്. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം, ഇൻഷാ അല്ലാഹ്.